ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചന്മാരെ, ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ്, കഥയിൽ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റുകൾ അവസാനമുണ്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ബ്ലാക്ക് ഹ്യൂമർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. ഞാൻ എന്റെ ഭാഷ ഒരു അല്പം തറ ലെവലിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഷകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം അടുത്ത 30 സെക്കൻഡ് കേൾക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക എന്ന് കരുതി വീഡിയോ നിർത്തിയൊന്നും പോണ്ട കേട്ടോ. അപ്പൊ ബ്ലാക്ക് ഹ്യൂമർ ഒരു ഉദാഹരണം പറയാണ്. ഒരു മരണ വീട്, അവിടെ വെച്ച് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ കൂട്ടത്തിലെ കരഞ്ഞോണ്ടിരിക്കുന്ന ഒരാള് നല്ല ഒന്നാന്തരം ഒരു വോളി അങ്ങോട്ട് പെടുത്തിട്ട് അത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചിരിക്കുകയാണ്. ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഹ്യൂമർ ആണ്. സോ ഈ രീതിയിലുള്ള ട്രാജിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കോമഡി പറയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്രൈം കോമഡി ട്വിസ്റ്റഡ് ആയിട്ടുള്ള മൂവിയുടെ കഥ തന്നെയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എല്ലാത്തിന്റെയും ആരംഭം ഒരു കില്ലർ ഏറ്റെടുത്ത കൊട്ടേഷൻ വളരെയധികം സാധാരണക്കാരനായിട്ടുള്ള നമ്മുടെ കഥാനായകന്റെ കയ്യിലേക്ക് ആള് മാറി എത്തുകയാണ്. അതായത് ആ ഒരു കൊട്ടേഷൻ. സോ പിന്നീട് എന്ത് സംഭവിച്ചു? റോയ് കൊട്ടേഷൻ കിട്ടിയ ആളെ കൊന്നോ ഇല്ലയോ? ആ ഒരു കില്ലർ പിന്നീട് എന്ത് ചെയ്തു? എന്തായാലും രസമുള്ള കഥയാണ്, അടിപൊളി കഥയാണ്, ആസ്വദിക്കാൻ പറ്റും. അപ്പൊ പോവല്ലേ നേരെ ഈ കഥയിലേക്ക്, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ അർദ്ധരാത്രിയിൽ ഹൈവേയിലൂടെ ഒരു കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാർ ഓടിക്കുന്നത് മധ്യവയസ്കനായിട്ടുള്ള ഒരാളാണ്. തൽക്കാലം നമുക്ക് അയാളെ ജോൺ എന്ന് വിളിക്കാം. അപ്പൊ ജോൺ അങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് റോഡരികിലായിട്ട് ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരെയും കാണാനൊന്നുമില്ല. വലിയ കാര്യമാക്കാതെ ജോൺ മുന്നോട്ടേക്ക് പോകുമ്പോൾ മഴയത്ത് ഒരാൾ റോഡ് അരികിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. മിക്കവാറും അയാളുടേത് തന്നെയായിരിക്കും ആ ഒരു കാർ. എന്നാൽ ജോൺ ആ ഒരു വണ്ടിയുമായിട്ട് അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആള് ഈ ജോണിന്റെ വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടുകയാണ്. ഒരു ലിഫ്റ്റ് തരുമെന്ന് ചോദിക്കണം. മാത്രമല്ല ഇയാളുടെ കാറാണ് കുറച്ച് അകലെയായിട്ട് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നില്ലേ ആ ഒരു കാർ. പാവല്ലേ എന്ന് കരുതിയിട്ട് ജോൺ ഇപ്പോ ആ ഒരു മഴയത്ത് നിന്ന് നനയേണ്ടെന്നൊക്കെ കരുതിയിട്ട് ലിഫ്റ്റ് കൊടുക്കുകയാണ്. ആ ലിഫ്റ്റിന് കയറിയ ആളെ തൽക്കാലം നമുക്ക് ശശി എന്ന് വിളിക്കാം. എന്തായാലും ശശി ഈ ഒരു കാറിൽ കയറിയിട്ട് ചുമ്മാ ഇരിക്കണ്ടേ, വെറുതെ ഓരോന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ ഈ ഒരു ജോണിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ആവശ്യമില്ലാത്തൊരു തമാശ കൂടെ ഈ ഒരു ശശി പറയുന്നുണ്ട്. നീ എന്ത് കണ്ടിട്ട് ഈ അർദ്ധരാത്രിയിൽ നിന്റെ കാറിൽ എന്നെ കയറ്റിയത്? ഇനി ഞാനെങ്ങാനും ഒരു സൈക്കോപാത്തുള്ള സീരിയൽ കില്ലർ ആണെങ്കിലോ, ഈ കാറിൽ വെച്ച് നിന്നെ കൊന്നു കളയാണെങ്കിലോ? ഇത് കേട്ടപ്പോ ജോൺ ആകെ പേടിച്ചു പോണ്. നീ എന്താ ഈ പറയുന്നത്? ഞാൻ നിനക്ക് ലിഫ്റ്റ് തന്നില്ലേ, നിനക്ക് ഹെൽപ്പ് ചെയ്തല്ലേ? ഇത് കേട്ട സമയത്ത് ശശി പറയണ്, പേടിക്കണ്ട, ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞ. ആ സമയത്ത് നിന്റെ മുഖം കാണാൻ നല്ല രസമുണ്ടായിരുന്നു, വരകിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ജോൺ ശശിയെ നോക്കണം. ആട്ടെ, നിന്റെ പേരെന്താന്ന് വെച്ചപ്പോ ശശി എന്ന് പറയണ. ശശി, ഇനി ഞാനൊരു കാര്യം പറഞ്ഞ് നിന്നെ ഒന്ന് പേടിപ്പിക്കട്ടെ. നിനക്ക് പേടിയാവോ ഇല്ലോ നോക്കാം. നിന്റെ കാറുണ്ടല്ലോ, അത് ബ്രേക്ക് ഡൗൺ ആയതിന്റെ കാരണം ഞാനാണ്. അതിപ്പോ എങ്ങനെയാന്ന് ശശി ചോദിക്കുമ്പോ, നീ നേരത്തെ പെട്രോൾ പമ്പിൽ എന്നെ അടിക്കാൻ കയറിയില്ലേ? അപ്പൊ ഞാൻ നിന്റെ കാറിന്റെ അടിയിൽ ചെറിയൊരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാ അങ്ങനെ ചെയ്തെന്ന് ശശി ചോദിച്ചപ്പോ, അങ്ങനെയാണെങ്കിലല്ലേ നീ കുറച്ചു ദൂരം കാറുമായിട്ട് വരുമ്പോ അത് ബ്രേക്ക് ഡൗൺ ആവുള്ളൂ. അപ്പൊ അതിലൂടെ വരുന്ന എന്റെ കാറിലേക്ക് നീ ലിഫ്റ്റ് ചോദിച്ച് കയറുള്ളൂ. എന്നാലല്ലേ എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞ സമയത്ത് ശശിയുടെ മുഖം ആകെ വിളറി വെളുത്തു പോവാണ്. ഇവൻ എന്തൊക്കെയാ പറയുന്നേ? പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ കയറിയത് സത്യമാണ്. കുറച്ചു ദൂരം വന്നപ്പോ കാർ ഓട്ടോമാറ്റിക് ഒരു ബ്രേക്ക് ഡൗൺ ആയി. അല്ല നിങ്ങളപ്പോ എന്നെ കൊല്ലാൻ പോവാണെങ്കിൽ അതിന് എന്തായിരിക്കും കാരണം എന്ന് ശശി ചോദിച്ചപ്പോ ഇപ്പൊ ജോണ് പറയണ ചുമ്മാ ഒരു എക്സാമ്പിൾ, ഒരു തമാശക്ക് തമാശ പോലെ പറയണേ, അതുപോലെ കേട്ടാ മതി എന്ന് പറയാണ് ആര്? ഈ ഒരു ജോണ്. നിങ്ങൾക്ക് ഭാര്യയോ അല്ലെങ്കിൽ ഒരു എക്സ് വൈഫോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഡൈവോഴ്സ് ആവാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ ആ ഒരു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ, ചിലപ്പോ നിങ്ങളുടെ ആ ഒരു ഭാര്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ തന്നതാണെങ്കിലോ, ആ കൊട്ടേഷൻ എടുക്കാൻ വന്ന ഒരു കില്ലർ അത് ഞാനാണെങ്കിലോ? ഇതെല്ലാം പറഞ്ഞപ്പോ ശശിയുടെ മുഖക്കാകെ മാറണ. ജോണെ, നിങ്ങളൊന്ന് വണ്ടി നിർത്തോ? അത് പിന്നെ എനിക്ക് ഇവിടെ ഒരു കുടുംബക്കാരനുണ്ട്, അയാൾ വീട്ടിൽ പോകണം, ഇതാണ് എന്റെ സ്ഥലം, ഒന്ന് വണ്ടി നിർത്തുമെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ജോണ് ശശിയുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിരിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണുന്നത് ഈ ജോൺ ഉണ്ടല്ലോ, ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കാറ് കൊണ്ടുപോയിട്ട് അവിടെ ഒരു കുഴി എടുത്ത് ആ ഒരു കുഴി മൂടുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഉള്ളിൽ ആ ഒരു ശശിയുടെ ബോഡി ആയിരിക്കും. അതായത് ശശി എന്ന ആ ഒരു പേര് വെച്ചത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അധികം വൈകാതെ ഇവൻ ശശിയാകാൻ പോവുകയാണെന്ന് അറിയാലോ. അതുപോലെ തന്നെ ഈ ജോണിനെ, അത് ഞാൻ ചുമ്മാ ജോൺ എന്ന് വിളിച്ചതാണ്, ഇനി മുതൽ ജോൺ എന്ന് വിളിക്കേണ്ട, കില്ലർ എന്ന് വിളിക്കാം. അതായത് ഈ ഒരു കില്ലർ പൈസ മേടിക്കും, ആളെ തട്ടും, ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തെളിവില്ലാതെ കുഴിച്ചു മൂടി കളയും. സപ്പോസ് ഇതുപോലെ കൊട്ടേഷൻ കൊടുക്കുന്ന ആള് പകുതിയിൽ വെച്ച് ആ ഒരു കൊട്ടേഷൻ പിൻവലിക്കുകയാണെങ്കിൽ ആ കൊട്ടേഷൻ കൊടുത്ത ആൾക്കിട്ടും ഈ ഒരു കില്ലർ പണി കൊടുക്കും. ആള് കുറച്ച് ഡേഞ്ചറസ് പാർട്ടിയാണ്. എന്തായാലും ഇങ്ങനെയിരിക്കെ ടെക്സാസിലെ ലാറോയ് എന്ന സ്ഥലത്തേക്ക് ഈ ഒരു കില്ലർക്ക് ഒരു വർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സീൻ കിട്ടായി ആ ടെക്സാസിലെ ലാറോയിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ചെറിയൊരു ബാറും കാണിക്കുകയാണ്. ആ ബാറിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള റോയ് ഇരിക്കുന്നുണ്ട്. റോയെ കാണാനായിട്ട് അവന്റെ ഒരു സുഹൃത്ത് ഡിറ്റക്റ്റീവ് ആണ്, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്, സ്കിപ്പ് വരുന്നുണ്ട്. സ്കിപ്പിന് കാര്യമായിട്ട് എന്തോ ഒന്ന് റോയിയോട് സംസാരിക്കാനുണ്ട്. അപ്പൊ എന്തിനാ വിളിപ്പിച്ചെന്നൊക്കെ റോയ് ചോദിക്കുമ്പോൾ സ്കിപ്പ് ഇപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അതായത് ഇവനൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണല്ലോ, ഒരു ഡിറ്റക്റ്റീവ് ആണല്ലോ. എന്നാൽ ഇവന്റെ ഡിറ്റക്റ്റീവ് പരിപാടി എന്ന് വെച്ചാൽ ഓരോ പെണ്ണുങ്ങളും ഏതൊക്കെ അടുക്കളയിലേക്ക് പോകുന്നു എന്ന് നോക്കലാണ്. ആ ഒരു വഴിയിൽ ഇവൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കുമ്പോൾ അത് നമ്മുടെ റോയുടെ ഭാര്യയായിട്ടുള്ള സ്റ്റെഫി ഉണ്ടല്ലോ, ഏതൊരു ഹോട്ടൽ റൂമിലേക്ക് ഒറ്റയ്ക്ക് കയറി പോവാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് ആ റൂമിലേക്ക് കയറി പോവാൻ അവൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഇതിനർത്ഥം അത് തന്നെയല്ലേ അവിഹിതം, നല്ല വിഹിതം. ഇത് കേട്ട സമയത്ത് റോയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. നീ വെറുതെ എൻ്റെ ഒന്ന് തല്ലുകൊള്ളാൻ നിൽക്കണ്ട കേട്ടോ, അവള് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതാണ്
വിളിച്ചതായിരിക്കും, വെറുതെ അനാവശ്യം പറയാൻ നിന്നാ ചെവട അടിച്ച് പൊട്ടിക്കുന്നു പറയാണ്. ഇതേ സമയത്തിന് പുറത്തുണ്ടായിരുന്ന ഈ ഡിറ്റക്റ്റീവ് സ്കിപ്പ് ഉണ്ടല്ലോ, ഇവന്റെ കാറ് പോലീസുകാർ വന്നിട്ട് കയ്യോടെ വണ്ടിയിൽ എടുത്തു കൊണ്ടുപോവാണ്. നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. എന്തായാലും ഈ ഒരു സ്കിപ്പ് പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. സംഭവം നോ പാർക്കിങ്ങിലൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷനും പരിപാടിയിലൊക്കെ അനാവശ്യമായിട്ട് സ്കിപ്പ് ഇങ്ങനെ ഇടപെടുന്നുണ്ട് പോലീസുകാർ ഈ സ്കിപ്പിനിട്ട് ഒരു പണി കൊടുത്തതാണ് ശരിക്കും. ഇതേ സമയത്ത് തന്നെ സ്കിപ്പിന്റെ അടുത്തേക്ക് റോയി വരുന്നുണ്ട്. എടാ, നിന്റെ കാറ് തന്നെ മര്യാദക്ക് നിനക്ക് നോക്കാൻ പറ്റുന്നില്ല. നീയാണോ ബാക്കിയുള്ളവരുടെ കേസ് അന്വേഷിക്കാനായിട്ട് അവരുടെ പിറകാലെ പോകുന്നത്? എന്തായാലും പോകുന്ന വഴി ഈ സ്കിപ്പ് എടുത്ത ആ ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ, അതെന്തായാലും റോയ് അവന്റെ കയ്യിൽ വെക്കാണ്. അത് കാറിൽ തന്നെ വെച്ചു നേരെ ഭാര്യ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തായാലും ഈ സ്കിപ്പിന്റെ മുന്നിൽ റോയ് അവന്റെ ഭാര്യയായിട്ടുള്ള സ്റ്റെഫിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെങ്കിലും അവന്റെ ഉള്ളിൽ എന്തോ ഒരു സംശയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെഫിയെ പിക്ക് ചെയ്തല്ലോ, അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു റിലേഷൻ നല്ല രീതിയിലല്ല തോന്നുന്നു മുന്നോട്ടേക്ക് പോകുന്നത്. എന്തോ റോയോട് വലിയ റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നും സ്റ്റെഫി കാണിക്കുന്നില്ല. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട കാര്യമാണല്ലോ. എന്തായാലും അങ്ങനെയൊന്നും ഇവരുടെ ഇടയിൽ തോന്നുന്നില്ല കേട്ടോ. എന്തായാലും രണ്ടുപേരും ഇപ്പൊ നേരെ പോകുന്നത് ഒരു ബാങ്കിലേക്കാണ്, ഒരു ലോൺ എടുക്കാനായിട്ട്. അതായത് സ്റ്റെഫിക്ക് എന്തോ ഒരു സലൂണോ അങ്ങനെ എന്തോ തുടങ്ങണം. അപ്പൊ അതിനുവേണ്ടി കാശിന് വേണ്ടിയിട്ടായി പോകുന്നത്. എന്നാൽ ബിസിനസ് ചെയ്ത് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത സ്റ്റെഫിക്ക് ലോൺ കൊടുക്കില്ല എന്ന് ബാങ്ക് മാനേജർ പറഞ്ഞപ്പോൾ എന്റെ ഭർത്താവ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചേട്ടൻ 10-45 വർഷമായിട്ട് ഒരു ഹാർഡ്വെയർ ഷോപ്പ് റൺ ചെയ്യുന്നുണ്ട്. സോ അവരുടെ ബേസിൽ എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എവിടെ മാനേജർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ലോൺ കിട്ടാത്തതിന്റെ ആ ഒരു ദേഷ്യത്തിലാണ് റോയുടെ കൂടെ സ്റ്റെഫി വീട്ടിലേക്ക് പോകുന്നത്. എന്തായാലും വൈകുന്നേരം ആയപ്പോൾ ഈ റോയുടെ ചേട്ടൻ ഉണ്ടല്ലോ, ചേട്ടന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുണ്ടായപ്പോൾ ഇവർ പോവുകയാണ്. ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവിടെ താണ്ടെ ചെറിയ കാറൊന്നുമല്ല, ഒരു വലിയ ലക്ഷറിയസ് ആയിട്ടുള്ള ബോട്ട് തന്നെ അവൻ മേടിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ചേട്ടന്റെ വീടാണെങ്കിൽ അത്യാവശ്യം വലിയ വീടുമാണ്, ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് കേട്ടോ. എന്നാൽ ഈ സമയത്ത് നമ്മുടെ റോയ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, 45 വർഷമായിട്ട് ചേട്ടനും ഞാനും ഒരേ ഷോപ്പ് തന്നെ റൺ ചെയ്യാണ്. അതിന്റെ ലാഭത്തിന്റെ 50-50 ആണ് അവർ ഇങ്ങോട്ടും എടുക്കുന്നത്. എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് എനിക്കൊരു തേങ്ങ പോലും മേടിക്കാൻ പറ്റുന്നില്ല. ഇയാളാണെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫും എന്താണാവോ. അതായത് നമ്മുടെ റോയ് ഒരു പാവാണ് കേട്ടോ. എന്തായാലും രാത്രി ചേട്ടന്റെ വീട്ടിൽ നിൽക്കുകയാണ്. ചേട്ടന്റെ ഭാര്യയുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. എന്തായാലും ചെറിയൊരു ഫയർ ക്യാമ്പൊക്കെ അടിച്ച് ചെറിയ വൈനും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് ഇവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. പോയി വീട്ടിലെത്തിയ സമയത്ത് സ്റ്റെഫിയുടെ മുഖം തെളിയുന്നില്ല. അപ്പൊ അവൾ എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ ആക്കണല്ലോ. അപ്പൊ അവളോട് റോയ് പറയാണ്, നീ എന്തിനീ വിഷമിച്ചിരിക്കുന്നത്? ഞാനില്ലേ, എങ്ങനെയെങ്കിലും നിനക്ക് വേണ്ട ആ ഒരു കാശ് ഞാൻ ഒപ്പിച്ചേരുന്ന് പറയണം. പിറ്റേ ദിവസം രാവിലെ തന്നെ ഷോപ്പിലേക്ക് പോയ സമയത്ത് റോയ് ചെന്നിട്ട് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്, ആ ഫണ്ടിൽ നിന്ന് കുറച്ച് എനിക്ക് റിലീസാക്കി തരണം. ഇപ്പൊ അവന്റെ ചേട്ടൻ പറയണ, കാശൊന്നും ഇല്ലടാ, വളരെ ലാഭവും കാര്യങ്ങളൊക്കെ കുറവാണ്, മാസാവസാനം ആകുമ്പോൾ നിന്റെ വിഹിതം ഞാൻ നിനക്ക് തരും. എന്താ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേട്ടന്റെ ലൈഫ് സ്റ്റൈലിനെ നോക്കിയേ, വലിയ വലിയ വണ്ടികൾ, വലിയ വീടുകൾ, അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ എന്താ ചേട്ടൻ ഞാൻ ചോദിക്കുമ്പോൾ അതിന്റെ ആ ഒരു വിഹിതം മര്യാദ എനിക്ക് തന്നാല്. ഇതേ സമയത്ത് തന്നെ അവന്റെ ചേട്ടൻ പറയണ, ഈ കമ്പനിയിലെ ലാഭം അത് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഞാൻ പല കമ്പനികളിലേക്കും പല കാര്യത്തിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് എന്റെ വരുമാനം കൂടുന്നത്. നിനക്ക് കിട്ടുന്ന കാശ് മര്യാദക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത് നിന്റെ കഴിവില്ലായ്മ എന്ന് കരുതിയിട്ട് ഞാൻ നിന്നെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വർത്താനം പറയാൻ വരല്ലേ. നിന്റെ തുക അത് മര്യാദക്ക് നിനക്ക് തരുന്നു പറയാണ്. കൊടുത്തില്ല, ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മഹാനാറിയാണ്. എന്തായാലും കാശ് കിട്ടാത്ത ആ ഒരു വിഷമത്തിൽ റോയ് അവന്റെ വീട്ടിലേക്ക് പോകണം. പോകുന്ന വഴിയിൽ അവന്റെ ഭാര്യ സ്റ്റെഫിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പിസയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്, അവളൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി. എന്നാൽ വീട്ടിലെത്തിയ സമയത്ത് സ്റ്റെഫി ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള പാർട്ടി ഡ്രസ്സൊക്കെ ധരിച്ച് എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്. എങ്ങോട്ടോ പോകുന്ന ചോദിച്ചപ്പോൾ അത് പിന്നെ സിനിമക്ക് പോവാണെന്ന് പറയാണ്. ഇതുപോലെ പാർട്ടി ഡ്രസ്സ് ഇട്ടുകൊണ്ട് സിനിമക്ക് പോവുക. വിശ്വസിച്ചു. എന്നാൽ റോയ് അത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും സ്റ്റെഫിയോട് അത് ചോദിക്കാനും നിൽക്കുന്നില്ല. അവൾ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഒരുമാതിരി ഒരു പട്ടി ഹസ്ബൻഡിന്റെ ഒരു കോലത്തിലാണ് അവൻ അവിടെ നിൽക്കുന്നത്. വല്ലാതെ മാനസിക വിഷമം ഇപ്പൊ റോയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് കാശും കൊടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ അവളാണെങ്കിൽ യാതൊരു വിലയും തരുന്നില്ല. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് റോയ് അവസാനം ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. ഒരു കടയിൽ പോയിട്ട് ചെറിയൊരു ഗണ്ണ് മേടിച്ച് അവന്റെ കാറിൽ വന്നിരുന്ന് തലക്ക് ഷൂട്ട് ചെയ്യാൻ നിൽക്കുക. അതേ സമയത്തിന് പെട്ടെന്ന് റോയുടെ കാറിലേക്ക് ഒരാൾ കയറി വരികയാണ്. എന്നിട്ട് ചെറിയൊരു പാക്കറ്റ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇന്നലെ നമ്മൾ ഫോണിൽ സംസാരിച്ചതുപോലെ പെട്ടെന്ന് തന്നെ അയാളുടെ കാര്യത്തിൽ തീരുമാനമാക്കണം. ഇത് പറഞ്ഞിട്ട് ഇയാൾ എന്താണ് നമ്മുടെ റോയ്ക്ക് പറയാനുള്ളത് എന്ന് പോലും കേൾക്കാതെ കാറിന് ഇറങ്ങി ഓടുകയാണ്. അതേ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ഒരു കില്ലർ വന്ന് വേക്കിൽ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ കില്ലറുടെ അടുത്തേക്ക് വരേണ്ട ആളായിരുന്നു ഇപ്പൊ വന്നു പോയ ആള്. തൽക്കാലം നമുക്ക് ആളെ ജെയിംസ് എന്ന് വിളിക്കാം. സോ ജെയിംസ് ആള് മാറിയിട്ടാണ് റോയുടെ കാറിൽ കയറിയത്. അതുപോലെ തന്നെ റോയ് ആ ഒരു പാക്കറ്റ് തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം കാശ് അതിലുണ്ട്, അതുപോലെ തന്നെ ഒരാളുടെ അഡ്രസ്സും ഉണ്ട്. അപ്പൊ ആളെ തട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു കില്ലറെ അറിയാലോ, അവന് കൊട്ടേഷൻ ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ആളത് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം, എല്ലാ ഡാറ്റയും കൊടുക്കണം. സോ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പ് കാണിച്ചാൽ ഈ കൊട്ടേഷൻ കൊടുത്ത ആളെ തന്നെ ഈ കില്ലർ തട്ടിക്കളയും. സോ അവിടെ നിന്ന് കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും കാണാത്തതുകൊണ്ട് അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. അതുപോലെ ഈ കില്ലറുടെ കയ്യിൽ ഒരു walkie talkie ഉണ്ട്. പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ ഈ ഒരു കില്ലർക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ ആരാണ് ഇന്നലെ ആ ഒരു കൊട്ടേഷൻ തന്നത്, ആ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ട് കില്ലർ അയാളെ കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. നമ്മുടെ റോയുടെ കയ്യിൽ ഇതുപോലെ ഒരു അഡ്രസ്സും അതുപോലെ തന്നെ കാശും കിട്ടിയല്ലോ. അപ്പൊ എന്തായാലും ഇതുപോലെ കാശ് കിട്ടിയതല്ലേ, ആ അഡ്രസ്സിലേക്ക് ഒന്ന് പോയി നോക്കാം എന്ന് കരുതിയിട്ട് റോയ് ഇപ്പൊ ആ അഡ്രസ്സിലേക്ക് പോയി നോക്കുമ്പോൾ ഒരാളെ കാണാനുണ്ട്. ആ ആളാണെങ്കിൽ ഇപ്പൊ അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സോ അയാൾ പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ കാറിന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്യാണ്. വൈകുന്നേരം വരെ ഇയാളെ ഇപ്പോൾ റോയ് ഫോളോ ചെയ്യുന്നുണ്ട്. രാത്രിയായപ്പോൾ ഇയാൾ ഒരു ബാറിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അയാളുടെ പിന്നാലെ തന്നെ ആ ബാറിലേക്ക് നമ്മുടെ റോയും പോകുന്നുണ്ട്. എന്നാൽ ബാറിൽ കയറിയ സമയത്ത് റോയ് അവന്റെ
കൂട്ടുകാരൻ സ്കിപ്പിനെ കാണാണ്. സ്കിപ്പാണെങ്കിലോ ഒരു 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 ഓയ വളപ്പനാണ്. അവ വന്ന പാട് തന്നെ റോയിയോട് പറയണ, ആഹാ ഞാൻ കണ്ടുപിടിച്ച് ആ രഹസ്യം നിനക്ക് മനസ്സിലായല്ലേ, സോ ആ ഒരു വിഷമം കൊണ്ട് നീ വെള്ളടിക്കാൻ വന്നതാണല്ലേ. ഇതൊക്കെ കേട്ടപ്പോൾ റോയ് പറയണ, എന്റെ സ്കിപ്പ് നിന്റെ തൊള്ള ഒന്ന് പൂട്ടി വെക്ക്, എവിടെ പോയാലും ശവം മുന്നിൽ വന്ന് വെക്കും. ഇതേ സമയത്ത് തന്നെ റോയ് ഫോളോ ചെയ്തു വന്ന ആളുണ്ടല്ലോ നേരെ ബാത്റൂമിലേക്ക് പോവാണ്. അയാളുടെ പിന്നാലെ തന്നെ റോയും ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഇയാളെ മുഖത്തോട് മുഖം റോയ് കാണുകയാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ അയാൾക്ക് എന്തോ ഒരു സംശയം തോന്നി. പിന്നെ അവർ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് റോയ് നോക്കുമ്പോൾ അയാൾ എവിടെയും കാണാനില്ല. ബാറിൽ നോക്കി, അതുപോലെ തന്നെ പുറത്തും നോക്കി. സോ അയാൾ മിസ്സിംഗ് ആണ്. എന്നാ പോയാ പോട്ടെ എന്ന് വെച്ചിട്ട് റോയ് നേരെ അവന്റെ കാറിൽ പോയിരുന്നു. അതേ സമയം തന്നെ അവൻ ഫോളോ ചെയ്ത ആള് പെട്ടെന്ന് അവന്റെ കാറിന്റെ ഡോറും തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. കള്ളപ്പന്നി, ആരാടാ നീ? രാവിലെ മുതൽ നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, സത്യം പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? അതുപോലെ തന്നെ റോയുടെ ആ ഒരു കാറിൽ ഈ ഒരു സ്കിപ്പ് ഉണ്ടല്ലോ, ഡിറ്റക്റ്റീവ്, അവനെടുത്ത ഈ റോയുടെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇയാൾ ചോദിക്കണം, ആരുടെ ഈ ലേഡി, നിനക്ക് എന്താടാ വേണ്ടത്, എന്താ ഉദ്ദേശം? ആരെങ്കിലും എന്നെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ തന്നിട്ടുണ്ടാവും, അപ്പൊ എന്നെ കൊല്ലാനായിട്ട് നീ വന്ന് ഫോളോ ചെയ്തതാണല്ലേ, സത്യം പറയടാ, ആരെ പറഞ്ഞ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് റോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇയാൾ നോക്കുമ്പോൾ റോയ്ക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. അവൻ ചാവാനായിട്ട് ഒരു ഗണ്ണ് മേടിച്ചിരുന്നില്ല. ആ ഗണ്ണെടുത്ത് ടേ 2 പൊട്ടിക്കലാണ്. സ്പോട്ടിൽ തന്നെ ഇയാൾ അവിടെ മരിച്ചു വീഴുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റോയി ഏറ്റെടുത്ത ആ ഒരു കൊട്ടേഷൻ അതിപ്പോ കംപ്ലീറ്റ് ചെയ്തതുപോലെ ആവുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യമൊന്നും തിരിഞ്ഞില്ല കേട്ടോ. നേരെ വണ്ടി എടുത്ത് പോവാണ്. ആളൊഴിഞ്ഞ ഭാഗത്ത് ഇയാളുടെ ബോഡി പുറത്തേക്ക് തള്ളിയിടുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്സിലൊക്കെ ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ തുടച്ചു കളയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ കൺഫ്യൂഷൻ ആയി നിൽക്കുമ്പോൾ റോയ്ക്ക് തോന്നുകയാണ്, എന്നാ പിന്നെ ചേട്ടനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. നല്ല ആളത്തേക്കാണ് റോയി പോകുന്നത്. അങ്ങനെ നേരെ ചേട്ടന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ദാണ്ട് കിടക്കുന്നു അടുത്ത ടിസ്റ്റ്. അവിടെ ചേട്ടന്റെ വീട്ടിൽ ചേട്ടൻ ഉണ്ടായിരുന്നില്ല, ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചേട്ടൻ എവിടെയാ പോയെന്ന് ചേട്ടത്തിയോട് ചോദിക്കുമ്പോൾ ചേട്ടത്തി പറയാണ്, നിനക്കറിയില്ലേ അവന്റെ സ്വഭാവം, അവിഹിതം, എന്തോ ബിസിനസ് മീറ്റിംഗ് ആന്ന് പറഞ്ഞിട്ട് ഏതോ ഒരുത്തിയുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഇത് കേട്ട സമയത്ത് റോയ്, അല്ല നിങ്ങൾക്കിതൊക്കെ അറിയോ, നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേന്ന് റോയ് ഇങ്ങനെ പറയുമ്പോൾ റോയോട് ഈ ഒരു ചേച്ചിയമ്മ പറയാണ്, ഒരു കാര്യം നീ മനസ്സിലാക്കണം, എന്റെ കാര്യം കേട്ട് നിനക്ക് ഇത്ര വിഷമാവുന്നുണ്ടെങ്കിൽ നിന്റെ ചേട്ടൻ ആരുടെ കൂടിയാ കറങ്ങുന്നതെന്ന് അറിയോ? നിന്റെ പെണ്ണില്ലേ സ്റ്റെഫി, അവളുടെ കൂടെയാണ്ടാ. അപ്പൊ ഈ ഒരു കാര്യമൊന്നും നിനക്ക് നിലവിൽ അറിയില്ലായിരുന്നല്ലേ? എന്തായാലും ഇതെല്ലാം കേട്ട് റോയ് ആകെ ഷോക്കായി നിൽക്കുകയാണ്. നേരത്തെ തന്നെ ചത്താ മതിയായിരുന്നു എന്ന് അവന്റെ മൈൻഡിൽ തോന്നുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കില്ലറുടെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഉണ്ടല്ലോ. അപ്പൊ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യം ഈ കില്ലർ കേൾക്കാണ്. വഴിയോരത്ത് ഒരു ഡെഡ് ബോഡി വീണ് കിടക്കുന്നുണ്ടെന്ന്. അപ്പൊ എന്തോ സംശയം തോന്നി കില്ലർ നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പോലീസുകാരുടെ വാഹനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സാധാരണ ഒരു യാത്രക്കാരനെ പോലെ, സാറേ എന്താ പറ്റിയവിടെ? അപ്പൊ പോലീസുകാർ ഇപ്പൊ ഈ ഒരു കില്ലറിനോട് കാര്യങ്ങൾ പറയണ, നമ്മുടെ മറ്റേ ആ ഒരു വക്കീലുണ്ടല്ലോ, അയാൾ ആരോ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, ബോഡി ഇത് അവിടെ കിടക്കുന്നുണ്ട്. അയ്യോ ആ വക്കീലാണോ? ഭയങ്കര കഷ്ടമായി പോയില്ലേ സാറേ, ഇതും പറഞ്ഞുകൊണ്ട് കില്ലർ അങ്ങോട്ട് പോവാണ്. ഇവിടെ വെച്ച് കില്ലർക്ക് ഒരു കാര്യം മനസ്സിലായി, കില്ലർ കൊല്ലാൻ വന്ന ആളാണ് ആ ഒരു വക്കീല്. എന്നാൽ അവൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ ജോലി അത് മറ്റാരോ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുണ്ടല്ലോ, ഈ വക്കീലിന്റെ ആ ഒരു ബോഡി പരിശോധിക്കുന്ന സമയത്ത് വക്കീലിന്റെ ബോഡിയിൽ നിന്നും ഈ സ്റ്റെഫി ഹോട്ടൽ റൂമിലേക്ക് കയറി പോകുന്ന ഒരു ഫോട്ടോ നമ്മുടെ റോയുടെ കാറിൽ ഉണ്ടായിരുന്നില്ലേ, അത് ആ ഒരു വക്കീല് നേരത്തെ ഇതിങ്ങനെ പിടിച്ച് ഇതാരുടെ ഫോട്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അത് അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴല്ലേ വെടികൊണ്ടത്. പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ ഈ ഒരു റോയ് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അത് ശ്രദ്ധിക്കാതെയാണ് ബോഡി ഇങ്ങോട്ടേക്ക് തള്ളിയിട്ടത്. അതായത് പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞതുപോലെ റോയുടെ പിന്നാലെ തന്നെ പണി വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു വക്കീലിനെ കൊല്ലാൻ ഏൽപ്പിച്ച ആളുണ്ടല്ലോ, ജെയിംസ്, കൊട്ടേഷൻ കൊടുത്ത ജെയിംസ്, അവൻ വക്കീൽ മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ നേരെ വക്കീലിന്റെ വീട്ടിലേക്ക് രാത്രി പോവാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഒരു സേഫ്റ്റി ലോക്കറൊക്കെ ഉണ്ടായിരുന്നു. അത് പൊളിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നും എന്തോന്ന് എടുക്കാനായിട്ട് കുറച്ചധികം കാശ് തന്നെയാണ്. ആ കാശ് അടിച്ചു മാറ്റാൻ തന്നെയാണ് വക്കീലിനെ കൊല്ലാനായിട്ട് ഈ ജെയിംസ് കൊട്ടേഷൻ കൊടുത്തതും. എന്നാൽ നിലവിൽ ഈ ജെയിംസ് കാശ് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അതിൽ കാശില്ല. ജെയിംസ് എത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു കാശ് വേറെ ആരോ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജെയിംസ് കൊട്ടേഷൻ കൊടുത്തത് ആർക്കാണ്? റോയ്ക്കാണ്. എന്നാൽ റോയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. എന്നാൽ അവൻ എന്നിട്ട് ആ ഒരു യൂണിഫോം, അതൊരു ഷോപ്പിന്റെ യൂണിഫോം ആയിരുന്നു. അപ്പൊ ആ ഒരു ഇത് വെച്ച് നേരെ ഈ റോയെ കാണാനായിട്ട് ജെയിംസ് ചെല്ലുകയാണ്. അവിടെ വെച്ച് റോയെ കാണുന്നുണ്ട്. അവന്റെ കോളറിന് കയറി പിടിക്കുകയാണ്. വക്കീലിനെ ഞാൻ കൊല്ലാൻ പറഞ്ഞപ്പോൾ അതിന്റെ പിന്നിൽ എനിക്ക് എന്താ ഉദ്ദേശം എന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ആ ഒരു കാശ് എനിക്ക് മുന്നേ നീ പോയി എടുത്തല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ജെയിംസ് റോയെ ഭീഷണിപ്പെടുത്തുകയാണ്. റോയ് പറയാണ്, എനിക്ക് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഇപ്പൊ ജെയിംസ് പറയാണ്, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ആ ഒരു കാശ് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ കളി മാറുന്നു പറയാണ്. ഇപ്പൊ ജെയിംസ് അവിടുന്ന് പോയി. റോയ്ക്ക് എന്താ ചെയ്യേണ്ടത് തിരിയുന്നില്ല. ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവന്റെ കാറിന്റെ അടുത്തേക്ക് പോകണം. എന്നാൽ ആ കാറിന്റെ അടുത്ത് തന്നെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള മണ്ടനായിട്ടുള്ള സ്കിപ്പ് ശരിക്കും നമ്മുടെ റോയുടെ പിന്നാലെ തന്നെ വന്നതാണ്. അതായത് സ്കിപ്പിന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അന്ന് രാത്രി റോയ് പുറത്തേക്ക് പോയപ്പോൾ തന്നെയാണ് ആ ഒരു വക്കീലും പുറത്തേക്ക് പോയത്. അതിനുശേഷമാണ് ഈ ഒരു വക്കീലിനെ കാണാതായത്. അപ്പൊ റോയിയോട് സ്കിപ്പ് അങ്ങനെ കുത്തി ചോദിച്ച സമയത്ത് റോയ് ഉള്ള കാര്യം മുഴുവൻ സ്കിപ്പിനോട് പറയാണ്. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ പിന്നെ ആരായിരിക്കും ആ ഒരു കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ടാവുക? അതിപ്പോ റോയ് പറയണ, എനിക്കറിയില്ല ആരാത് അടിച്ചു മാറ്റിയെന്ന്. ഇതിന്റെ ഇടയിൽ മറ്റാരോ കളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ പോവാണ്. റോയ് സന്തോഷായില്ലേ? ആ കാശ് ആരാ അടിച്ചു മാറ്റിയത് ഞാൻ കണ്ടുപിടിക്കുന്നു പറയണ. ഇതേ സമയത്ത് തന്നെ റോയ് പറയണ, എന്റെ പൊന്ന് സ്കിപ്പേ, ദയവ് ചെയ്തിട്ട് നീ സഹായിക്കരുത്. നീ സഹായിച്ചാൽ എനിക്ക് 2 അടി കിട്ടേണ്ടടുത്ത് 10 അടി കിട്ടും. ഇപ്പൊ സ്കിപ്പ് പറയാണ്, റോയ് എന്റെ ഹെൽപ്പ് ഇല്ലാതെ നിനക്കിപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ ആള് മാറി മറ്റൊരാളുടെ കൊട്ടേഷൻ എടുത്തു, എന്നിട്ട് അയാളെ അറിയാതെ കൊന്നും പോയി. ഇപ്പൊ അതാ കൊട്ടേഷൻ തന്ന ആള് അയാൾക്ക് എടുക്കേണ്ട കാശ് അത് മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ
ഭീഷണിപ്പെടുത്തുന്നു. 2 ദിവസം കൊണ്ട് കാശ് കൊടുക്കണമെന്നും പറയുന്നു. ഈ ഒരു ഘട്ടത്തിൽ നിനക്ക് എന്റെ ഹെൽപ്പ് മതിയാവൂ. അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാതെ സ്കിപ്പിന്റെ കൂടെ റോയ് അങ്ങോട്ട് കൂടുകയാണ്. ഓക്കെ, നമുക്ക് ആളെ കണ്ടുപിടിക്കാന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ കില്ലറും അവന് കൊട്ടേഷൻ കൊടുത്ത ഈ ഒരു ജെയിംസിനെ തേടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അന്ന് ജെയിംസ് വിളിച്ച സമയത്ത് ആ നമ്പർ കിട്ടിയല്ലോ. ആ നമ്പർ ട്രേസ് ചെയ്ത് പോയപ്പോൾ അതൊരു ബാറിലെ പബ്ലിക് ടെലിഫോൺ ആണ്. സോ ഈ ബാറിൽ ജോലി ചെയ്യുന്ന ആരോ ഒരാളാണ് ഈ ഒരു കൊട്ടേഷൻ തന്നത്. അതുപോലെ തന്നെ ഇയാളെ മനസ്സിലാവാൻ വേണ്ടി ഈ ജെയിംസ് അവന്റെ ആ ഒരു കാറിന്റെ മോഡലും പറഞ്ഞായിരുന്നു കേട്ടോ. സോ ആ മോഡൽ കാർ പറഞ്ഞ് അത് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ആ ബാറിലെ ഒരു ലേഡിയെ ചോദിച്ചപ്പോൾ ആ ലേഡി പറയാണ്, അവനാണോ? അവനെ കുറിച്ച് കൂടുതൽ അറിയാൻ എന്നോട് ചോദിക്കേണ്ട, ആൻജി അവളോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നത്. അല്ല, ഈ ആൻജി എവിടെ ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ ഈ ലേഡി ആൻജിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നേരെ അങ്ങോട്ടേക്ക് കില്ലർ വന്നിട്ടുണ്ട്. കാറിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കില്ലറുടെ കയ്യിൽ ഒരു ചുറ്റിക ഉണ്ടായിരുന്നു. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഒരു സ്കിപ്പ് അതുപോലെ തന്നെ റോയ് ഇവർ രണ്ടുപേരും കൂടെ വക്കീല് ജോലി ചെയ്യുന്ന ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയിട്ട് ഈ വക്കീലിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇവിടുത്തെ ആ ഒരു ബോസിന് കാര്യങ്ങൾ മനസ്സിലായി. ഈ വന്നിരിക്കുന്ന രണ്ടുപേരും പോലീസുകാരല്ല, പോലീസ് എന്ന പേരിലാണ് റോയും സ്കിപ്പും ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഒന്നും പറയില്ല എന്നുള്ള ആ ഒരു നാട്ടിൽ ഇയാളിരിക്കുമ്പോൾ കുറെ നേരം ഞാൻ ക്ഷമിക്കുന്നു ഇതും പറഞ്ഞ ഈ ഒരു ബോസിനെ നേരെ ക്ലോസറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് അവിടുത്തെ ഒരു ക്ലോസറ്റിനുള്ളിലേക്ക് ഇയാളെ തല പിടിച്ച് ഞെക്കി പിടിക്കുകയാണ്. ഇതുകൊണ്ട് പിടിച്ചു പോയി റോയ് പറയണ, സ്കിപ്പെ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് കണ്ട, അതിൻ്റെ ഉള്ളിൽ അപ്പിയും മൂത്രമൊക്കെ അയാളുടെ വായിൽ കയറി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പെടുന്നു പറയാണ്. എന്നാൽ ഇതൊന്നും സ്കിപ്പ് കേൾക്കുന്നില്ല കേട്ടോ. അവനിങ്ങനെ അതിലേക്ക് അമർത്തി പിടിക്കുകയാണ്. എന്തായാലും റോയ് പറഞ്ഞതുപോലെ തന്നെ ഇയാൾക്ക് ഇപ്പൊ ശ്വാസം കിട്ടാണ്ടായി. ഇപ്പൊ സ്കിപ്പും പിടിച്ചുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ വലിച്ചു പുറത്തേക്ക് ഇട്ട് ഇയാൾക്ക് CPR ഒക്കെ കൊടുത്ത് പഴയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു പരിപാടിയിൽ ബോസ് ആകെ ഞെട്ടിയിട്ടുണ്ട്. ബോസ് പറയണ, ആ വക്കീലുണ്ടല്ലോ അയാൾ കുറച്ച് ദിവസം മുന്നേ ഏതോ ഒരു ആദംസുമായിട്ട് എന്തൊക്കെയോ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ആദംസിനെ ആരൊക്കെയോ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ അയാളുടെ ആ ഒരു കേസിന്റെ പിന്നിലായിരുന്നു ഈ ഒരു വക്കീല്. നിങ്ങൾ പിന്നെ അയാളുടെ അടുത്തുനിന്ന് പോയി നോക്കുന്നു പറഞ്ഞിട്ട് ഈ ആദംസിന്റെ അഡ്രസ്സും കാര്യങ്ങളും ഇപ്പൊ ഈ റോയ്ക്കും സ്കിപ്പിനും കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റോയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. പോലീസുകാരെ വിളിച്ചത് അർജന്റ് ആയിട്ട് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറയാണ്. അവിടെ എത്തിയപ്പോഴാണ് റോയ്ക്ക് കാര്യം മനസ്സിലായത്. അവന്റെ ഭാര്യ ഉണ്ടല്ലോ സ്റ്റെഫി ഇപ്പൊ നിലവിൽ അറസ്റ്റിലാണ്. അതായത് മരിച്ചുപോയ ആ ഒരു വക്കീലിന്റെ ദേഹത്തുനിന്ന് അവളുടെ ഒരു ഫോട്ടോ കിട്ടിയല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് പോലീസുകാർ വിളിച്ചത്. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടും കൂടി ചോദിച്ചപ്പോൾ ഈ വക്കീലിന്റെ മരണവുമായിട്ട് സ്റ്റെഫിക്ക് യാതൊരു ബന്ധവുമില്ലാന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ റോയുടെ ആ ഒരു ബലത്തിൽ മീൻസ് അവൻ വന്നതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ ഭാര്യയും കുട്ടി അവനിപ്പോ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ സ്റ്റെഫി ആണെങ്കിൽ ഒന്നും തിരിയാതെ എന്തോ കടിച്ച് അണ്ണാനെ പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ റോയും സ്കിപ്പും കൂടെ ഇതിനുശേഷം നേരെ പോകുന്നത് ആദംസ് ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്കാണ്. ഈ ആദംസ് പറഞ്ഞാൽ അത്യാവശ്യം റിച്ച് ആയുള്ള ഒരു കാർ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് കേട്ടോ. എന്തായാലും അവിടെ എത്തിയ സമയത്ത് സ്കിപ്പിന് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നില്ല. നേരത്തെ തന്നെ അവനെ കൂട്ടിയതിന്റെ എന്തായാലും നമ്മുടെ റോയ് മറന്നിട്ടില്ല. അപ്പോൾ ഞാൻ പോയിട്ട് അന്വേഷിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് റോയ് ഒറ്റയ്ക്ക് ആ ഒരു ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് ഈ റോയെ വെൽക്കം ചെയ്യുന്നത് ആദംസിന്റെ ഭാര്യയായിരുന്നു, മിസ്സിസ് ആദംസ്. എന്തായാലും ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ആ കൊട്ടേഷൻ കൊടുത്ത് ജെയിംസിനെ കാണിക്കുകയാണ്. ജെയിംസ് ഇപ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ട് ആൻജിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവളങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അവളുടെ തൊട്ടടുത്ത് തന്നെ ആ ഒരു കില്ലർ ഉണ്ടായിരുന്നു. അവളെ നന്നായിട്ടൊന്ന് വരട്ടിയ സമയത്ത് എന്തായിരുന്നു ഈ ജെയിംസിന്റെ പദ്ധതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കില്ലർ അറിയാണ്. അതായത് വക്കീലിനെ തട്ടി അയാളുടെ വീട്ടിലെ ആ ഒരു കാശ് അത് അടിച്ചു മാറ്റലാണ്. അപ്പോൾ ഈ സമയത്താണ് ജെയിംസ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ. അപ്പൊ ജെയിംസിന് നോക്കിയിട്ട് കില്ലർ പറയണ്, നീ എനിക്കൊരു കൊട്ടേഷൻ തന്നു, പക്ഷേ നീ പറഞ്ഞ വാക്ക് പാലിച്ചില്ല, എന്നെ പറ്റിച്ചു, പിന്നീട് ആർക്കോ ആ ഒരു കൊട്ടേഷൻ കൊടുത്തു. അപ്പൊ നഷ്ടം എനിക്കല്ലേ, ഞാൻ ഇതിന്റെ പുറകാലെ കുറച്ച് മെനക്കെട്ടില്ലേ, അപ്പൊ ഇതിന് പരിഹാരമായിട്ട് നീ എന്താ ചെയ്യാൻ പോന്നേ? അതായത് വക്കീലിന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാനായിരുന്നല്ലോ നിന്റെ ഉദ്ദേശം. അപ്പൊ വക്കീലിന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി ആ ഒരു കാശ് അത് എനിക്ക് തന്നേക്കെന്ന് പറയാം. ഇപ്പൊ ജെയിംസ് പറയാണ് കില്ലറോട്, എനിക്ക് സത്യം പറഞ്ഞാൽ ആള് മാറിപ്പോയതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ വക്കീൽ മരിച്ചപ്പോൾ രാത്രി അയാളുടെ വീട്ടിലേക്ക് കാശ് എടുക്കാനായിട്ട് ഞാൻ പോയി നോക്കി, എന്നാൽ എനിക്ക് ആ ഒരു കാശ് കിട്ടിയില്ല. അതിന് മുന്നേ തന്നെ അത് മറ്റാരും അടിച്ചു മാറ്റിയിട്ടുണ്ട്. എനിക്ക് നല്ല സംശയമുള്ളത് ഞാൻ ആള് മാറി ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തില്ലേ, റോയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ കില്ലറിന് ഇപ്പോ ജെയിംസ് കൊടുക്കണം. പാവം നമ്മുടെ റോയ് പറഞ്ഞല്ലോ പണി പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും മിസ്സിസ് ആദം പറഞ്ഞിട്ട് ഇപ്പൊ ആദംസ് അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ കാര്യം എന്ന് ഇപ്പൊ റോയോട് ചോദിച്ചപ്പോൾ അത് പിന്നെ ആ ഒരു മരിച്ചുപോയ വക്കീലുണ്ടല്ലോ അയാളുടെ ആ ഒരു മരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു കംപ്ലൈന്റ് ഒക്കെ നിങ്ങൾ വക്കീൽ കൊടുത്തല്ലോ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത് ചോദിച്ചപ്പോൾ ഓഹോ അത് അറിയാൻ വേണ്ടി വന്നതാണ്, ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോയ് ആട്ടി ഓടിക്കുകയാണ് ഈ ആദംസ്. അയ്യോ പണി പാളി, ഇവിടുന്നും പാളിയല്ലെന്ന് പറഞ്ഞിട്ട് റോയ് ഓടിപ്പോയിട്ട് കാറിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഉടനെ തന്നെ പിന്നാലെ ഈ ആദംസ് വരുന്നുണ്ട്, കയ്യിലൊരു തോക്കുമുണ്ട്. സത്യം പറയടാ, ആരാണ് നീയൊക്കെ? എന്നെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്ത കാര്യം എങ്ങനെയാ നീ അറിഞ്ഞത്? അതുപോലെ തന്നെ വക്കീലിന്റെ വീട്ടിലുണ്ടായിരുന്ന എന്റെ പണം അതെവിടെ? അത് നിങ്ങളാണോ അടിച്ചു മാറ്റിയത്? മര്യാദക്ക് എന്റെ കാശ് തിരിച്ചു തന്നെന്ന് പറയണം. ഇപ്പൊ ഒരു അന്തവും കുന്തവും തിരിയാതെ റോയും സ്കിപ്പും അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ കാറിന്റെ അരികിലേക്ക് ഒരാൾ വരുന്നുണ്ട്, മിസ്സിസ് ആദം. സത്യം പറഞ്ഞാൽ ഈ ആദംസിന് അവന്റെ ഭാര്യ ഭയങ്കര പേടിയാ തോന്നുന്നു കേട്ടോ. എന്തായാലും ഭാര്യ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഹേയ് സ്വീറ്റി, കുടിക്കാൻ ഒരു നാരകനീര് എടുക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ ഇവരോട് സംസാരിച്ചിരിക്കുകയാണ്. സ്വീറ്റി ഒന്ന് ഉള്ളിലേക്ക് പോവോ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ഓക്കെ ഡാർലിംഗ്. ഇതും പറഞ്ഞിട്ട് നേരെ അവന്റെ വൈഫ് ഉള്ളിലേക്ക് പോകണം, അതായത് മിസ്സിസ് ആഡംസ്. പിന്നെയും ഈ ഒരു ആദംസ് കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കുമ്പോൾ മിസ്സിസ് ആദംസ് വീണ്ടും വരാണ്, ഡാർലിംഗ് ഒരു ചെറിയ ബോർലിക്സ് എടുത്താലോ, അത് കുടിച്ചാലോ? വേണ്ട മോളെ, നീ ഉള്ളിലേക്ക് പോയിക്കോ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സത്യം പറഞ്ഞാൽ ആദംസിന് ഈ ഭാര്യയുടെ വായിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷെ ഭാര്യയോട് എന്തോ പേടിയാണ്, അതുകൊണ്ട് നൈസായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. എന്തായാലും ഭാര്യ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാടാ എന്റെ പിന്നാലെ വരുന്നത്? എന്താ നിനക്കൊക്കെ വേണ്ടത്? ഇപ്പൊ റോയ് പറയും, എന്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഈ വക്കീൽ മരിച്ചപ്പോൾ അയാളുടെ കൂടെ
അവിടെ എന്റെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. സോ അതിന്റെ പേരിൽ എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞങ്ങളിപ്പോ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലെ സീക്രട്ട് അറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങി തിരിച്ചേ ഉള്ളൂ. ഇവിടെ വെച്ച് ഈ ഒരു ആഡംസ് ഉണ്ടല്ലോ ഒരു കാര്യം ഇവരോട് പറയാണ്. ആ വക്കീലില്ലേ, അയാളുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു കാശ് സത്യം പറഞ്ഞാൽ അതെന്റെ കാശ് തന്നെയാണ്. മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ആ കാശ് ഞാൻ വക്കീലിന് കൊടുത്തതാണ്. അപ്പൊ അതെന്താന്ന് ചോദിച്ച സമയത്ത് ഇയാൾ മടിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ ഒരു ബാറില്ലേ, അവിടുത്തെ ഒരു ചെറിയ പെൺകുട്ടിയായിട്ട് എനിക്കൊരു ചെറിയ റിലേഷൻ ഉണ്ടായിരുന്നു. തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് കാശ് ഒഴിക്കാൻ തുടങ്ങി, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. വലിയ കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ നാണം കെടുത്തെന്ന് പറഞ്ഞു. എനിക്ക് ആകെ പേടിയായി. ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ട് രണ്ടും കൽപ്പിച്ച് എന്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പൊ ഭാര്യയാണ് ഇതുപോലെ ആ ഒരു പെണ്ണിനെ കുറച്ച് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞത്. എന്നാൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട പകരം വക്കീൽ മുഖേന കൊടുത്തോ എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് വക്കീലിന് ഇതുപോലെ ആ ഒരു കാശ് കൊടുത്തത്. അതിനിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ഇതേ സമയത്തിന് നോർമലായിട്ട് റോയ്ക്കും സ്കിപ്പിനും ഒരു സംശയം തോന്നുമല്ലോ, അല്ല മനുഷ്യ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻ അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുക, നിങ്ങളുടെ ഭാര്യ അറിഞ്ഞാലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. അവരോട് ഓൾറെഡി നിങ്ങളായിട്ട് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തത്? ഇപ്പോ ആദംസ് പറയാണ്, എന്റെ പൊന്നു മക്കളെ, അത്യാവശ്യം ആൾക്കാരുടെ മുന്നിൽ നല്ല മാന്യനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എന്റേതായ ആ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അല്ലേ? ഉള്ളിൽ ആശകൾ ഉണ്ടെങ്കിലും ആ ആശകളൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റുമോ? ഭാര്യയുടെ മുന്നിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല, അത് ഞാൻ സഹിച്ചോളും. പക്ഷേ പബ്ലിക്കലി നാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തൂങ്ങിച്ചാവില്ല, അത് മറ്റൊരു വഴി ഉണ്ടാവില്ല മക്കളെ. അതല്ല ചങ്ങായിയെ, നിങ്ങൾ ആ ഒരു ബാറിലെ ലേഡിയുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലേ, ആരായിരുന്നു ആ ഒരു ലേഡി എന്ന് ഇപ്പോൾ റോയും സ്കിപ്പും ചോദിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് ഇവർ രണ്ടുപേരും കേൾക്കാണ്. ഇതേ സമയത്ത് ആദംസ് പറയാണ്, ആ കടയിൽ ജോലി ചെയ്യുന്ന മറ്റേ ആ ഒരു പെണ്ണില്ലേ, ആൻജിയോ, അതായത് ഇപ്പൊ നിലവിൽ ജെയിംസിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ആൻജി ഉണ്ടല്ലോ, അവള് തന്നെ. എന്ന വേറൊരു ടെസ്റ്റ് ഉണ്ട് ഇവിടെ. നമ്മുടെ സ്കിപ്പിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഈ ഒരു ആൻജി. എന്തോ ഭാഗ്യത്തിന് അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഇപ്പൊ സ്കിപ്പ് പറയണം. എന്നാലും അവൾ ഇതുപോലൊരു കിളവിന്റെ കൂടെയൊക്കെ. പിന്നീട് ഇവർ രണ്ടുപേരും നേരെ ഇപ്പോ ആൻജിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ കാണുന്ന എന്താണ്, ഈ ജെയിംസ് ഉണ്ടല്ലോ, ആൻജിയുടെ ബോയ് ഫ്രണ്ട്, ഇവൻ മരിച്ചു കിടക്കുകയാണ്. കൊന്നത് ആരായിരിക്കും? ആ ഒരു കില്ലർ തന്നെ. എന്നാൽ റോയും സ്കിപ്പും വന്ന് നോക്കുമ്പോൾ കാണുന്നത് ആൻജിയുടെ മുന്നിൽ കിടക്കുന്ന ജെയിംസ് ആണല്ലോ. അപ്പൊ അവളായിരിക്കും ഈ ഒരു ജെയിംസിനെ തട്ടിയെന്ന് ഇവര് വിചാരിക്കുകയാണ്. എന്തിനാണ് ഈ മഹാപാപം ചെയ്തതെന്ന് ആൻജിയോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, ഞാനൊന്നുമല്ല. ഇയാളുടെ ആർത്തി മൂത്ത് ഓരോ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് ചെയ്യണ്ടേ. ഇയാൾ ആ വക്കീലിനെ കൊല്ലാൻ വേണ്ടി ഒരു കില്ലറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഒരു കൊട്ടേഷൻ ടീമാണ്. എന്നാൽ അയാൾക്ക് മര്യാദക്ക് പണി കൊടുക്കാതെ മറ്റൊരാൾക്ക് പണി കൊടുത്തിട്ട് വക്കീലിന്റെ കാശ് അടിച്ചു മാറ്റാൻ നോക്കിയാൽ എന്തായാലും ആദ്യത്തെ ആ ഒരു കില്ലർക്ക് ദേഷ്യം വരുമല്ലോ. അവനാ ഇങ്ങോട്ടേക്ക് വന്നത്. അവനാണ് ജെയിംസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയത്. ഇപ്പൊ സ്കിപ്പ് നമ്മുടെ റോയുടെ മുഖത്തേക്ക് ഒന്ന് ഇങ്ങനെ നോക്കുകയാണ്. മിക്കവാറും ഇനി റോയുടെ പിന്നാലെ ആയിരിക്കും ആ ഒരു കില്ലർ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ അല്ല, നീ എന്തിനാണ് ആ ഒരു വയസ്സായിട്ടുള്ള ആഡംസ് ഉണ്ടല്ലോ അയാളെ പോയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അയാൾ അങ്ങനെ പറഞ്ഞല്ലേ, ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ വെച്ചാണ് ആൻജി മറ്റൊരു ട്വിസ്റ്റ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഡംസ് ഉണ്ടല്ലോ, ആ ഒരു പണക്കാരൻ, സത്യം പറഞ്ഞാൽ അവൻ പണക്കാരനൊന്നുമല്ല, വട്ട പൂജയാണ്. ശരിക്കും പണക്കാരനല്ല, പണക്കാരി. അവന്റെ ഭാര്യ ഉണ്ടല്ലോ മിസ്സിസ് ആദം, അവളാണ്. അവളെന്നൊന്നും പറയാൻ പറ്റില്ല, മുത്തശ്ശിയായില്ലേ. അപ്പൊ മുത്തശ്ശിയെ കണ്ടിട്ട് മിസ്സിസ് ആദംസിനെ കണ്ട് അവൻ എങ്ങനെ പേടിച്ചു എന്ന് ആ ഒരു കാറിൽ നിന്നും ഇവര് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടല്ലേ. മിസ്സിസ് ആദംസിന്റെ അച്ഛന്റെ കയ്യിലാണ് നല്ല പൂത്ത കാശുള്ളത്. ആ സ്വത്ത് മുഴുവൻ ഇപ്പൊ മിസ്സിസ് ആദംസിന്റെ കയ്യിലാണ്. അപ്പൊ എങ്ങാനും കാശിന് ആവശ്യം വന്നാൽ ആദംസ് ഇതുപോലൊരു ഉടായ്പ പരിപാടികൾ കാണിക്കും. സത്യത്തിൽ ഈ ആദംസിന് ആൻജിയുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. അങ്ങനെ ഒരു കഥ മിസ്സിസ് ആദംസിനോട് പറഞ്ഞിട്ട് അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, സോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇച്ചിരി കാശ് വേണമെന്നൊക്കെ മിസ്സിസ് ആദംസിന്റെ അടുത്ത് വെറുതെ ഈ ആദംസ് നുണ പറഞ്ഞതാണ്, അവളുടെ കയ്യിൽ നിന്നും ആ ഒരു കാശ് അടിച്ചു മാറ്റാനായിട്ട്. എന്നാൽ അതിനുവേണ്ടി വക്കീലിനെയും കൂട്ടുപിടിച്ചു, അതുപോലെ തന്നെ ആൻജിയും കൂട്ടുപിടിച്ചു. ആൻജിക്ക് ചെറിയൊരു പൈസ കൊടുക്കും, അതുപോലെ തന്നെ വക്കീലിനാണെങ്കിൽ ആ കിട്ടുന്നതിൽ 10% കൊടുക്കും. ഏകദേശം ഇപ്പൊ ഭാര്യയുടെ കയ്യിൽ നിന്നും ഈ ഒരു ആദംസ് തട്ടാൻ പോകുന്നത് ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 കോടി രൂപയുടെ അടുത്ത് വരും. എന്നാൽ ഇതിനിടയിൽ കളി മാറിയത് ആൻജിയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ജെയിംസ്, ഇവരാരും അറിയാതെ അതിന്റെ ഇടയിൽ കയറി കളിച്ചപ്പോഴാണ്. അതായത് വക്കീലിനെ തട്ടുകയാണെങ്കിൽ അയാളുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള ആ ഒരു പൈസ മുഴുവനായിട്ടും ഇവനെടുക്കാലോ, ജെയിംസിന് എടുക്കാലോ, ആ ഒരു പദ്ധതിയിൽ. എന്തായാലും ജെയിംസ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി. അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പാളിപ്പോയി, അവസാനം ജീവനും പോയി. സബാഷ്. എന്തായാലും അന്നത്തെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ് രാത്രി 2 അടിക്കാനായിട്ട് നമ്മുടെ റോയും സ്കിപ്പും കൂടെ നേരെ ബാറിലേക്ക് പോകണം കേട്ടോ. 2 അടിച്ചതിന് ശേഷം ഒന്ന് ബാത്റൂമിൽ പോകാനായിട്ട് സ്കിപ്പ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏതോ 2 ആൾക്കാർ, നല്ല ഹൈറ്റും വെയിറ്റുള്ള ആളാണ്, നമ്മുടെ റോയോട് എന്തോ സംസാരിക്കുന്നതാണ്. അവനെ പൊക്കി എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. സ്കിപ്പ് ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട് റോയോട് സംസാരിച്ചിരിക്കുന്ന ആ ഒരു ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള ആളില്ല, ഇയാളെ മണ്ടൊക്കെ നോക്കി ഒരേറ്റ വീക്കാണ്, ഇയാൾ അപ്പം തന്നെ വീണുപോയി. എന്നാൽ ട്വിസ്റ്റ് അതല്ല, നമ്മുടെ റോയ് ഉണ്ടല്ലോ, റോയ് പറയാണ്, എന്റെ സ്കിപ്പെ നീ എന്ത് മണ്ടത്തരായി കാണിച്ചത്, ബേസിക്കലി നീ ഒരു മണ്ടനാണ്. നീ ആണോടാ ഇൻവെസ്റ്റിഗേഷന് പോകുന്നത്? അയാൾ എന്റെ അടുത്ത് മര്യാദക്കല്ല സംസാരിച്ചത്. മിസ്സിസ് ആദംസ് അവര് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടാൻ വന്ന ആൾക്കാരായിരുന്നു ഇവര്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റ്. എന്തായാലും മിസ്സിസ് ആദംസ് വിട്ട ആ 2 ആൾക്കാരുടെ കൂടെ നേരെ മിസ്സിസ് ആദംസിന്റെ അടുത്തേക്ക് ഇവരെത്തുകയാണ് കേട്ടോ. അവിടെ എത്തിയ സമയത്ത് മിസ്സിസ് ആദംസ് അവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോ പറയാണ്, ഷെർലക് ഹോംസ് എത്തിയല്ലോ, എന്തായി നിങ്ങളുടെ അന്വേഷണം? അന്വേഷിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലോ അല്ലേ? അപ്പൊ എന്റെ കെട്ടിയോൻ ആ ആദംസ് എന്നെ നല്ല രീതിയിൽ പറ്റിച്ച് കാശുണ്ടാക്കുകയാണെന്നും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇത് കേട്ടപ്പോ ഇവരെ ഞാൻ ഞെട്ടിപ്പോണ്. അപ്പൊ മിസ്സിസ് ആദംസിനെ ആദംസ് പറ്റിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം
ഇവർക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് നേരത്തെ അറിയാന്ന് പറയാണ്. അതായത് ഈ ആദംസ് കാണിക്കുന്ന ഓരോ ഉടായ്പും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് മിസ്സിസ് ആദംസ്. എന്നാ അവൻ കളിക്കട്ടെ എവിടം വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മിസ്സിസ് ആദംസ് അതിന്റെ കൂടെ അങ്ങ് നിന്നു കൊടുത്തത്. അതുപോലെ തന്നെ ഈ വക്കീലിന് കാശ് കൊടുക്കുമ്പോൾ രാത്രി അയാളുടെ വീട്ടിൽ പോയിട്ട് ആ ഒരു കാശ് അടിച്ചു മാറ്റാം എന്ന് തന്നെയായിരുന്നു മിസ്സിസ് ആദംസിന്റെയും പ്ലാന്. എന്നാൽ ഈ മിസ്സിസ് ആദംസിന്റെ ആൾക്കാർ രാത്രി അവിടെ എത്തി ആ ഒരു ഷെൽഫ് കൊത്തി തുറന്ന് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ പണം ഉണ്ടായിരുന്നില്ല. ആ പണം ഇപ്പൊ ഇവിടെ പോയി? അതായത് ജെയിംസ് വക്കീലിന്റെ വീട്ടിലേക്ക് അന്ന് രാത്രി വന്നപ്പോൾ ഈ ഷെൽഫ് തുറന്നു എടുക്കായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ അത് തുറന്നത് മിസ്സിസ് ആദംസിന്റെ ആൾക്കാരാണ്. എന്നാൽ അവർക്കും ആ ഒരു കാശ് കിട്ടിയില്ല. ആ കാശ് എവിടെയോ മിസ്സായിട്ടുണ്ട്. സോ ആ കാശ് മിസ്സായി എന്ന് പറയുന്നില്ലേ, അത് തേടി കണ്ടുപിടിക്കാനാണ് റോയിയും അതുപോലെ തന്നെ സ്കിപ്പിനെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചോളാം. അതുപോലെ തന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ മിസ്സിസ് ആദംസ്, ഇമാതിരി രീതിയിൽ നിങ്ങളെ പറ്റിക്കാന്ന് മനസ്സിലായിട്ടും എന്തിനാണ് അയാൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? ഇപ്പൊ മിസ്സിസ് ആദംസ് പറയാണ്, എന്തൊക്കെയായാലും എന്റെ കെട്ടിയോനല്ലേ, ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് തന്നെ എത്തും. കെട്ടിയോനായി പോയില്ലേ, കളയാൻ പറ്റില്ലല്ലോ. എന്നാലും നോക്കാം എവിടം വരെ പോകുമെന്ന്. എന്തായാലും ഉള്ളിലെ ഒരു വിഷമം ചിരിച്ചുകൊണ്ട് സംസാരിച്ച് കളയാണ് ആര്, മിസ്സിസ് ആദംസ്. എന്തായാലും ഇപ്പൊ റോയും സ്കിപ്പും കൂടെ നേരെ അവരുടെ കാറിൽ ആ ഒരു കാശ് അന്വേഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അത് എങ്ങോട്ട് പോയി, ആര് കൊണ്ടുപോയിട്ടുണ്ടാവും? അപ്പൊ ഇത്രയും നേരം നടന്ന കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. തുടക്കം എവിടെയാ വെച്ചാല് ഈ ആദംസ് അയാളുടെ ഭാര്യയെ പറ്റിച്ചുകൊണ്ട് ആ ആൻജി ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് പറഞ്ഞ് ഭാര്യയെ പറ്റിച്ചുകൊണ്ട് ആ $2.5 ലക്ഷം മേടിക്കുകയാണ്. എന്നാൽ അത് നേരിട്ട് കൊടുക്കാതെ വക്കീലിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്നുള്ളൊരു പ്ലാനും അതിന്റെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിവരം അറിഞ്ഞ ആൻജിയുടെ ബോയ്ഫ്രണ്ട് ജെയിംസ് വക്കീലിനെ തട്ടി ആ കാശ് അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ ആദംസിന്റെ ഭാര്യയും അവരുടെ കാശ് തിരിച്ചെടുക്കാൻ വേണ്ടി ആള് പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ ആർക്കും ഈ ഒരു കാശ് കിട്ടിയിട്ടില്ല. അപ്പൊ ആ കാശ് എവിടെ പോയി എന്ന് ഇവരിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ റോയി ഒരു കാര്യം പറയണം, അല്ലടാ അന്ന് രാവിലെ മുതലേ ഞാൻ ആ ഒരു വക്കീലിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അയാൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അയാളുടെ കയ്യിൽ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു. പിന്നെ ആ ദിവസം മുഴുവനും ഞാൻ അയാളെ ഫോളോ ചെയ്തപ്പോൾ ആ ഒരു സ്യൂട്ട് കേസ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു. രാത്രി ആയപ്പോ അയാൾ ആ ഒരു ബാറിൽ പോയപ്പോ സ്യൂട്ട് കേസ് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അയാൾ എന്നെ പഞ്ഞിക്കിടാനായിട്ട് എന്റെ കാറിലേക്ക് വന്നപ്പോഴും അയാളുടെ കയ്യിൽ സ്യൂട്ട് കേസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എവിടെ പോയി? അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആ ബാറിന്റെ അടുത്ത് അയാളുടെ കാർ ഉണ്ടായിട്ടില്ലേ, ആ കാറിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കില്ലേ ആ സ്യൂട്ട് കേസ് ഉണ്ടാവുക. നമുക്ക് വേഗം പോയി നോക്കാന്ന് പറയാണ്. പക്ഷേ ഈ കേസെല്ലാം തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. 2-3 ദിവസമൊക്കെ ഒരു സ്ഥലത്ത് ഒരു കാർ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോലീസുകാർ എന്തായാലും അത് എടുത്തുകൊണ്ട് പോകും. ഒരു കാരണമില്ലാതെ നമ്മുടെ സ്കിപ്പിന്റെ കാർ വരെ പോലീസുകാർ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതുപോലെ നിൽക്കുന്ന ആളില്ലാത്തൊരു കാർ പോലീസുകാർ എന്തായാലും കൊണ്ടുപോകുമല്ലോ. അങ്ങനെ കൊണ്ടുപോകുന്ന കാറുകൾ എവിടെയാ വെക്കാന്ന് റോയി ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പൊ വക്കീലിന്റെ കാർ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയൊക്കെയോ അതിന്റെ ആ ഒരു വാതിൽ തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ വേഗ് അതിന്റെ ഉള്ളിൽ തന്നെ, അതായത് ആ $2.5 ലക്ഷം ഈ 2 കോടിയോളം രൂപ ഉള്ളത് അതിന്റെ ഉള്ളിൽ തന്നെ. എന്തായാലും സാധനം കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പൊ റോയും സ്കിപ്പും രണ്ടും പപ്പാതിയാക്കിയിട്ട് എടുക്കാന്ന് പറയാണ്. ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ റോയ്ക്ക് ഒരു ദുരാഗ്രഹം കൊടുക്കുകയാണ്. അതായത് ഇത്രയൊക്കെ ആയിട്ടും ഭാര്യയായിട്ടുള്ള സ്റ്റെഫിയോടുള്ള ആ ഒരു സ്നേഹത്തിന് യാതൊരു കുറവില്ല. അവൻ പറയാണ്, ഈ കാശുണ്ടെങ്കിൽ എനിക്ക് അവൾക്ക് ഇത് മുഴുവനായിട്ടും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അവൾ വിചാരിച്ചതുപോലെ നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ ഒരു ഷോപ്പും അവൾക്ക് തുടങ്ങാൻ പറ്റും. അപ്പൊ മര്യാദക്ക് ആ കാശ് മുഴുവൻ എനിക്ക് തന്നോ എന്ന് ഗണ്ണ് പിടിച്ചുകൊണ്ട് ഇപ്പൊ റോയ് സ്കിപ്പിനോട് പറയാണ്. സ്കിപ്പിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്കിപ്പ് ആകെ മുമ്പിൽ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്തായാലും ഈ കാശുമായിട്ട് റോയ് നേരെ അവളുടെ വീട്ടിലേക്ക്, അതായത് അവന്റെ തന്നെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പോകുന്ന വഴിയിൽ സ്റ്റെഫി വിളിക്കുന്നുണ്ട്. സ്റ്റെഫി, എല്ലാ കാര്യങ്ങളും ഓക്കെ ആട്ടോ, നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്, വീട്ടിൽ തന്നെയല്ലേ, ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിൽ റോയ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ റോയ്ക്ക് താണ്ട് കിടക്കുന്ന ഒരു ട്വിസ്റ്റ്. കുറച്ച് പോലീസുകാർ അവിടെ ഉണ്ട്. കയ്യോടെ നമ്മുടെ റോയെ പൊക്കാണ്. ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയുടെ ഷെൽഫും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് സ്റ്റെഫിക്ക് ആ വക്കീലിന്റെ അഡ്രസ്സ് നമ്മുടെ ജെയിംസ് എഴുതി കൊടുത്തല്ലോ കൊല്ലാൻ വേണ്ടി, ആ പേപ്പറിന്റെ കഷ്ണം കിട്ടി. അതോടുകൂടിയിട്ട് ഈ വക്കീലിനെ കൊന്നത് ആരാണെന്ന് സ്റ്റെഫിക്ക് ഒരു സംശയം തോന്നി. പോലീസുകാർ വന്നു, ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, എല്ലാം ഓക്കെ ആയി. റോയ് തന്നെയാണ് കൊന്നത്. സോ അവിടുന്ന് കയ്യോടെ റോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇതാണ് ഓരോ സമയത്തുള്ള ഓരോ പെടലുകൾ. എന്തായാലും റോയ് അറസ്റ്റിലായപ്പോൾ അവന്റെ ആ ഒരു പെട്ടി അവന് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതിപ്പോ ഉള്ളത് സ്റ്റെഫിയുടെയും അതുപോലെ തന്നെ അവന്റെ ചേട്ടനും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും ഒരുമിച്ചായി പരിപാടി ചെയ്യുന്നത്. എന്തായാലും രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ചക്കരയും മണ്ണെണ്ണയും പഞ്ചാരയും കുറെ തീരുന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ പെട്ടി എടുത്ത് ഉടനടി അവിടുന്ന് മുങ്ങാണ് കേട്ടോ. ഈ ചെങ്ങായിക്ക് ഒരു ഭാര്യയുണ്ട്. സോ അവരെയും ചീറ്റ് ചെയ്തുകൊണ്ട് സ്റ്റെഫി ആണെങ്കിൽ റോയും ചീറ്റ് ചെയ്തുകൊണ്ട് ആ റോയ് കൊണ്ടുവന്ന ആ ഒരു കാശുമായിട്ട് രണ്ടുപേരും മുങ്ങാണ്. അപ്പൊ വക്കീലിന്റെ കില്ലറായിട്ടുള്ള നമ്മുടെ റോയെ അറസ്റ്റ് ചെയ്തു എന്ന് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കി ടോക്കിലൂടെ സംസാരിക്കല്ലോ. ഈ കാര്യം ആര് കേൾക്കാണ്? കില്ലർ കേൾക്കാണ്. ആഹാ, അവൻ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അവൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന റോയുടെ കാറുണ്ടല്ലോ, റോയുടെ കാറില്ല പോലീസുകാരുടെ കാർ, അതിന്റെ പിന്നാലെ കില്ലർ ചെല്ലുകയാണ്. മാത്രമല്ല ആ കാറിന് നേരെ ഷൂട്ട് ചെയ്യാണ്. കാറാണെങ്കിൽ ആക്സിഡന്റ് ആയി വീഴുന്നുണ്ട്. ഇപ്പൊ കില്ലർ നമ്മുടെ റോയെ പിടിക്കാനായിട്ട് കാറിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും നൈസായിട്ട് അപ്പുറത്ത് ആ ഒരു ഡോർന്ന് തുറന്ന് ആ ഒരു പുല്ലിന്റെ ഇടയിലൂടെ നമ്മുടെ റോയ് വാലും പൊക്കി ഓടിയിട്ടുണ്ടായിരുന്നു. അതായത് പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പണ്ടേ നമ്മുടെ റോയ്ക്ക് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കില്ലറെ കണ്ട വാട് തന്നെ എണീച്ച് ഓടിയത്. ഇതേ സമയത്ത് തന്നെ സ്കിപ്പ് ഉണ്ടല്ലോ, ഇതുപോലെ റോയ് പറ്റിച്ചല്ലോ. സോ അവന്റെ കള്ളക്കളികൾ മുഴുവൻ സ്റ്റേഷനിൽ പറയാനായിട്ട് അങ്ങോട്ടേക്ക് പോയ സമയത്ത് ആ സമയത്താണ് ഈ വിവരം അറിയുന്നത്. ഒരു കില്ലർ വന്നു, പോലീസിന്റെ വാഹനം അറ്റാക്ക് ചെയ്തു, അതിലുണ്ടായിരുന്ന റോയെ കാണാതായെന്ന് പറയട്ടെ. എന്തായാലും സ്കിപ്പ് അവന്റേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഏത് കാറായിരിക്കും കില്ലർ ഉപയോഗിച്ചിട്ടുണ്ടാവുക? അവിടുന്ന് കിട്ടിയ ഒരു ദൃക്സാക്ഷി മൊഴികളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവസാനം
അവസാനം സ്കിപ്പ് ഒരു കാറിന്റെ അടുത്തേക്ക് വന്ന് അങ്ങനെ നോക്കുകയാണ് കേട്ടോ. വിചാരിച്ചതുപോലെ ആളത്ര മണ്ടനൊന്നുമല്ല. അവൻ തേടി വന്ന ആ ഒരു കാറ് അത് ശരിക്കും കില്ലറുടെ കാറ് തന്നെയാണ്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ കില്ലർ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ സ്കിപ്പ് നോക്കിയിട്ട് ആരാ എന്താന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സ്കിപ്പും ഈ ഒരു കില്ലർ നോക്കിയിട്ട് ഒന്നുമില്ല ചുമ്മാ. പിന്നെ സ്കിപ്പിന്റെ കാര്യം പറയണ്ടല്ലോ. ഇവിടെ സീൻ കെട്ടാവാണ്. അടുത്ത സീനിൽ നമ്മുടെ റോയ് രക്ഷപ്പെട്ട് നേരെ ചെല്ലുന്നത് ചേട്ടന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയപ്പോ ചേട്ടനൊന്നുമില്ല. ചേട്ടന്റെ ഭാര്യയാണെങ്കിൽ ഭയങ്കര ശോകമായിട്ടിരിക്കുകയാണ്. എന്താ ചേട്ടത്തി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റാനാടാ, അയാൾ മുങ്ങി, കൂടെ നിന്റെ കെട്ടിയോളും പോയി എന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് റോയ്ക്ക് ഒരു ഭ്രാന്ത് വന്നിട്ടുണ്ട്. അവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും അവളെ എങ്ങനെ പറ്റിക്കാണല്ലോ. നോക്കിക്കോ, രണ്ടിനെയും ഞാൻ വിടില്ല, കൊന്നു കൊല വിളിക്കുന്നു പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണായിട്ട് അവന്റെ കാറിൽ നാട് മുഴുവൻ തേടി നടക്കാണ് കേട്ടോ. അങ്ങനെ പോയി 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 അവസാനം ഒരു ഹോട്ടലിന് മുന്നിൽ അവന്റെ ചേട്ടൻ മേടിച്ച് പുതിയ കാറും അതിന്റെ കൂടെ ഒരു ബോട്ടും ഉണ്ടായിരുന്നല്ലോ അത് കാണാണ്. അപ്പൊ രണ്ടെണ്ണം കൂടെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാന്ന് പറഞ്ഞിട്ട് നേരെ റൂമും കണ്ടുപിടിച്ച് റോയ് നേരെ മുകളിലേക്ക് പോവാണ്. വാതിലും തുറന്ന് ഉള്ളിലേക്ക് പോയപ്പോ ഷവറിന്റെ ചോട്ടിൽ ഇരുന്നുകൊണ്ട് രണ്ടുപേരും ഡിങ്കോലാഫിയാണ്. ആ കണ്ട ദേഷ്യത്തിന് തന്നെ നമ്മുടെ റോയ് ഒന്നും നോക്കിയില്ല, ചേട്ടന്റെ നെഞ്ചിലേക്ക് തന്നെ ഒരു ബുള്ളറ്റ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഭാര്യയായിട്ടുള്ള സ്റ്റെഫിയെ കൊല്ലാനായിട്ട് റോയ്ക്ക് എന്തോ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ വെറുതെ വിടുകയാണ്. ഇപ്പൊ കിട്ടിയ കുപ്പായി എടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ ഓടുകയാണ് അവിടുന്ന്. എന്തായാലും കെട്ടിയോള് പോവുകയാണെങ്കിൽ പോട്ടെ, അവൾ അവളുടെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ തന്നെ ഒന്ന് റിലാക്സ് ആയിട്ട് റോയ് ഇരിക്കുന്ന സമയത്ത് ദാണ്ട് വരുന്ന സ്കിപ്പിന്റെ കോള്. ഫോണിനെടുത്ത് അറ്റൻഡ് ചെയ്തിട്ട് അവനോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ അത് സ്കിപ്പല്ല, ആരായിരിക്കും, കില്ലർ തന്നെ. കില്ലർ ചോദിക്കുന്ന കാര്യം ആ ഒരു കാശ് അതെവിടെയെന്നാണ്. ഓൾറെഡി ആ ഒരു കാശുമായിട്ട് നമ്മുടെ സ്റ്റെഫിയും അതുപോലെ തന്നെ ഈ റോയുടെ ചേട്ടന് മുങ്ങിയല്ലോ. നിലവിൽ ആ ഒരു കാശ് ഇപ്പൊ ഈ ഒരു ഹോട്ടൽ റൂമിലാണുള്ളത്. അതിപ്പോ നമ്മുടെ റോയുടെ കയ്യിലുണ്ട്. ഇപ്പൊ റോയ് പറയാണ് കാശ് വേണമെങ്കിൽ ഈ ഹോട്ടലിന് മുന്നിലേക്ക് വാ, വിളിച്ചാൽ മതി, താഴെ എത്തുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയണം. അങ്ങനെ ഈ സ്കിപ്പുമായിട്ട് കില്ലർ വരുന്നുണ്ട്. റോയും താഴേക്ക് ആ ഒരു പണവുമായിട്ട് വരുന്നുണ്ട്. ബേസിക്കലി നമ്മുടെ റോയുടെ സ്വഭാവം വെച്ച് അവൻ എന്താ ചെയ്യുക, ആ ഒരു പൈസ മാന്യമായിട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാനല്ലോ നോക്കുക. എന്നാൽ ഇത്രയൊക്കെ ലൈഫിൽ സംഭവിച്ച സമയത്ത് ആളും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇതുപോലെ കില്ലർ അവന്റെ മുന്നിലേക്ക് വന്ന് നിന്നപ്പോൾ ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് കില്ലർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. കില്ലർ ആണെങ്കിൽ ഇപ്പൊ മുണ്ടും പൊക്കി ഓടുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കില്ലർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എന്തായാലും റോയും അതുപോലെ തന്നെ സ്കിപ്പും അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു പണപ്പെട്ടി ഉണ്ടല്ലോ ഇതുമായിട്ട് നേരെ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. പിന്നീട് മറുവശത്ത് ഒരു ചാനൽ ഉണ്ടായിരുന്നു, അതിലൂടെ ഓടിച്ചാടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ റോയ് അതിലൂടെ ഇറങ്ങുന്നില്ല. സ്കിപ്പിനോട് റോയ് ഇറങ്ങിക്കോ എന്ന് പറയാണ്. അപ്പൊ നീ എന്താ വരുന്നില്ലേ? ഇപ്പൊ റോയ് പറയാണ് ഇല്ല, ഈ കാശുമായിട്ട് നീ പോയിക്കോ, ആ കില്ലർ നമ്മുടെ പിന്നാലില്ലേ, അവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്തായാലും ഈ ഒരു കാശുമായിട്ട് നീ സ്റ്റേഷനിൽ പോയിക്കോ, അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറ. പിന്നെ ഒരു കാര്യം നിന്നോട് പറയട്ടെ, ഭാര്യയ്ക്ക് വേണ്ടി ആ ഒരു സമയത്ത് കുറച്ച് സ്വാർത്ഥനായി പോയി, നിന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തി ആ ഒരു കാശ് മുഴുവൻ ആ സമയത്ത് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം എന്ന് ഞാൻ ചിന്തിച്ചു. സോറി കേട്ടോ, സോറി, അറിയാതെ പറ്റിപ്പോയതാണ്. എന്തായാലും ഒന്നും കുഴപ്പമില്ല എന്നിട്ട് സ്കിപ്പ് നേരെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ സമയത്തിന് ഉള്ളിലേക്ക് ആ ഒരു കില്ലറും വന്നിട്ടുണ്ട്. പിന്നീട് ഹോട്ടൽ റൂമിൽ എന്താ സംഭവിച്ചത് എന്ന് അറിയില്ല കേട്ടോ. ഇതേ സമയത്തിന് സ്കിപ്പ് ആ ഒരു പണവുമായിട്ട് കാറിന്റെ ഉള്ളിൽ കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഹോട്ടൽ റൂമിന്റെ ഉള്ളിൽ വെച്ച് 2 വെടിശബ്ദങ്ങൾ കേൾക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് ഒരു പിടുത്തമില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു കില്ലർ ഉണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെയാണെങ്കിൽ റോയുടെ ദേഹത്ത് ആ 2 ബുള്ളറ്റും കയറിയിട്ടുണ്ടാവും. എന്നാൽ അടുത്ത സീനിൽ കാണിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഹോട്ടൽ റൂമിലൂടെ നടക്കുന്ന റോയിയാണ്. എന്തിപ്പോ ഇവിടെ സംഭവിച്ചെന്ന് യാതൊരു പിടുത്തവുമില്ല. അതായത് കില്ലറും മരിച്ചിട്ടില്ല, റോയും മരിച്ചിട്ടില്ല. അപ്പൊ പിന്നെന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് കില്ലറും ഷൂട്ട് ചെയ്തു, റോയും ഷൂട്ട് ചെയ്തു. കില്ലറുടെ ദേഹത്തും ഒരു ബുള്ളറ്റ് കയറി, റോയുടെ ദേഹത്തും ഒരു ബുള്ളറ്റ് കയറി. ഇപ്പൊ കില്ലർ അയാളുടെ കാർ എടുത്ത് പോകുന്നുണ്ടല്ലോ, പോകുന്ന വഴിയിൽ രക്തം പോയി 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 കില്ലർ മരിക്കുന്നുണ്ട്. കൂടെ തന്നെ റോയും ആ ഒരു ഹോട്ടൽ റൂമിലൂടെ നടന്നില്ലേ, അത് ജീവന് വേണ്ടി നടക്കുകയായിരുന്നു കേട്ടോ. നടന്ന് രക്തം പോയി അവൻ അവസാനം ആ ഒരു ബാത്റൂമിൽ തന്നെ പോയിരിക്കുകയാണ്. ചേട്ടനെയും നോക്കിക്കൊണ്ടാണ് അവന്റെ ആ കണ്ണ് അവസാനമായിട്ട് അടയുന്നത്. എന്തായാലും സിനിമയിലെ മരണങ്ങളൊക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും സ്കിപ്പ് ആ കിട്ടിയ കാശുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, എല്ലാത്തിന്റെയും തുടക്കം എവിടെയാണ്? സ്കിപ്പ് നമ്മുടെ റോയുടെ ഭാര്യയുടെ ആ ഒരു രഹസ്യബന്ധം അത് കണ്ടുപിടിച്ചത്, ആ ഫോട്ടോ കാണിച്ചത്, ഇതൊക്കെയല്ലേ ഇതിനൊക്കെ കാരണമായത്. ഈ അവഹിതം കണ്ടുപിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് സ്കിപ്പ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സംഭവം ഒന്നും നടക്കില്ലായിരുന്നു. നമ്മുടെ റോയും മരിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ സ്റ്റെഫി അവളുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറെ കേസാണ്. അതുപോലെ തന്നെ റോയുടെ ചേട്ടനും അവർക്ക് രണ്ടുപേർക്ക് എന്തായാലും ഇപ്പോൾ ഇല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലൊക്കെ പണി കിട്ടുമായിരുന്നു. രണ്ടും കണക്കാണല്ലോ. സ്റ്റെഫി ആണെങ്കിലും സ്വന്തം ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്തു, അതുപോലെ തന്നെ റോയുടെ ചേട്ടനാണെങ്കിലും സ്വന്തം ഭാര്യയും ചീറ്റ് ചെയ്തു. അവർക്ക് എന്തായാലും കിട്ടേണ്ടതൊക്കെ കിട്ടി. എന്നാലും സ്റ്റെഫിക്കും എന്തെങ്കിലുമൊക്കെ ഒരു പണിഷ്മെന്റ് കിട്ടണമായിരുന്നു അല്ലേ. എന്തായാലും ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മരണമൊക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത് നമുക്ക്. സോ എന്തായാലും കഥ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.